ദ കോച്ച് ഓഫ് എ ക്രിക്കറ്റ് എളുപ്പത്തിൽ ഒരു 7 കൊണ്ട് ഇതിനെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഹായ് ഇന്നത്തെ വീഡിയോ ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾ CBSE 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് ലീനിയർ ഇക്വേഷൻസ് 2 വേരിയബിൾസ്. ആ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. തുടർന്ന് വീഡിയോ കാണുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഫോർ ദ ഫോളോവിങ് പ്രോബ്ലംസ് ആൻഡ് ഫൈൻഡ് ദെയർ സൊല്യൂഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഇത് 3 എക്സസൈസ് 3.2 തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിലെ സബ് ക്വസ്റ്റ്യൻ ഫസ്റ്റും സെക്കൻഡും ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ, ദ കോച്ച് ഓഫ് എ ക്രിക്കറ്റ് ടീം ബൈസ് 7 bats and 6 balls for rupees 3,800. Later, she buys 3 bats and 5 balls for rupees 1,750. Find the cost of each bat and each ball. നമുക്ക് ചെയ്ത് നോക്കാം. Let the cost of 1 bat equal to x എന്നും 1 ball equal to y എന്നും നമുക്ക് എടുക്കാം. ഇനി ഇക്വേഷനിൽ പറഞ്ഞിരിക്കുന്നത് 7 bats and 6 balls. അപ്പോൾ നമുക്ക് ഇവിടെ ഇക്വേഷൻ 7x plus 6y equal to 3,800 എടുക്കാം. ഇക്വേഷൻ നമ്പർ 1. ഇനി നെക്സ്റ്റ് 3x plus 5y equal to 1,750. ഇക്വേഷൻ നമ്പർ 2 നിർത്തും. ഇനി നമുക്കിതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതാം. ഫസ്റ്റ് ഇക്വേഷനെ മാറ്റി എഴുതാം. അപ്പോൾ ഇവിടെ 7x ഈക്വൽ ടു 3,800 മൈനസ് 6y. ഈ 6y ഇവിടെ പ്ലസ് ആണ്, അതിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു, അത് മൈനസ് ആയി. അപ്പോൾ x ഈസ് ഈക്വൽ ടു 3,800 മൈനസ് 6y ഡിവൈഡഡ് ബൈ 7. ഇനി ഈ വാല്യൂ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ സെക്കൻഡ് ഇക്വേഷനിൽ, ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ മാറ്റി എഴുത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എടുത്ത് സെക്കൻഡ് ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ 3x പ്ലസ് 5y ഈക്വൽ ടു 1,750. ഇതിൽ എക്സിൻ്റെ വാല്യൂ 3,800 മൈനസ് 6y ഡിവൈഡ് ബൈ 7 ആണ്. അപ്പോൾ 3 ഇൻറ്റു ഈ വാല്യൂ കൊടുക്കാം. 3,800 മൈനസ് 6y ഡിവൈഡഡ് ബൈ 7 പ്ലസ് 5y ഈക്വൽ ടു 1,750. ഇനി ഇവിടെയും നമുക്ക് ഇവിടെ ഡിനോമിനേറ്റർ ഒരു 7 കിടപ്പുണ്ട്. ഈ 7നെ മാറ്റാൻ വേണ്ടിയിട്ട് സാധാരണ ഫ്രാക്ഷൻ ചെയ്യുന്ന പോലെ 7 ഇൻറ്റു 5y ഒക്കെ ചെയ്തെടുക്കുമ്പോൾ അതിൽ എളുപ്പത്തിൽ ഒരു 7 കൊണ്ട് ഇതിനെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ 7 പോയി കിട്ടും. അപ്പോൾ ഞാൻ ഇക്വേഷനെ 7 ഇൻറ്റു 3 ഇൻറ്റു 3,800 മൈനസ് 6y ഡിവൈഡഡ് ബൈ 7 പ്ലസ് 7 ഇൻറ്റു 5y ഈക്വൽ ടു 7 ഇൻറ്റു 1,750. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. 7 ഇൻറ്റു 5 എടുത്തിട്ട് അത് ആഡ് ചെയ്താലും നമുക്ക് ഈ ആൻസർ കിട്ടും. പക്ഷേ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കിടപ്പുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഒരു ഇക്വേഷനെ നമുക്ക് ഏത് നമ്പർ കൊണ്ടും ഇക്വേഷനെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അതുപോലെ ഡിവൈഡ് ചെയ്യാം. ഇക്വേഷൻ്റെ ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണമെന്നേ ഉള്ളൂ. അതുപോലെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിലും ഓരോ ടേമിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ്റെ വാല്യൂവിന് മാറ്റമൊന്നും വരത്തില്ല. നമുക്ക് പരമാവധി ഇക്വേഷനെ ചെറുതാക്കി എടുക്കുക. നിങ്ങൾ മുമ്പുള്ള വീഡിയോയിലും ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ചെയ്തിരിക്കുന്നതല്ല ഇങ്ങനെ പ്രശ്നമുള്ളതല്ല. അതായത് നമുക്ക് ഫ്രാക്ഷനോ ഡെസിമൽ അങ്ങനെയൊക്കെ വന്ന് ചെയ്യാൻ വിഷമം വരുന്നു തോന്നിയതെല്ലാം നമ്മൾ ആദ്യം തന്നെ ഇക്വേഷനെ എളുപ്പമുള്ള രൂപത്തിലേക്ക് മാറ്റി എഴുതും. ഇത് നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ വെറുതെ ഫ്രാക്ഷൻ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഡെസിമൽ വന്നാലോ അത് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ളവർക്ക് അതൊരു പ്രശ്നമാകാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യമേ തന്നെ പ്രശ്നമുള്ളതിനൊക്കെ ഒഴിവാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ 7 നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ നമുക്ക് കിട്ടുന്നത് 3 ഇൻറ്റു 3,800 minus
6y ആ ഒരു ടൈം അവിടെ മാറി. പ്ലസ് 7 ഇൻറ്റു 5 ഈക്വൽ ടു 35y ഈക്വൽ ടു 7 ഇൻറ്റു 1750. ഇവിടെ എന്തായാലും മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും, കാരണം വലിയ നമ്പറാണുള്ളത്. അപ്പം ഫ്രാക്ഷനെ ഒഴിവാകുന്നുള്ളൂ, ബാക്കിയുള്ള നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തേ പറ്റൂ. ഈക്വൽ ടു 7 ഇൻറ്റു 1750 ഈക്വൽ ടു 12,200. ഇനി ഇവിടെ ഈ 3 കൊണ്ട് ഈ രണ്ട് ടീമിനെയും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 3 ഇൻറ്റു 3,800 ഈക്വൽ ടു 11,400 മൈനസ് 3 ഇൻറ്റു 6 18y പ്ലസ് 35y ഈക്വൽ ടു 1250. ഇനി ഇവിടെ വൈയുടെ ടൈം ഇത് കോമൺ ആയിട്ട് നമുക്കിതിനെ ആഡ് ചെയ്യാം. ഈക്വൽ ടു 11,400. ഇവിടെ 18yയും പ്ലസ് 35y ആണ്. അപ്പോൾ ആൻസറിൽ പ്ലസ് ഈ 18ഉം 35ഉം തമ്മിലുള്ള ഡിഫറൻസ് 17y ഈക്വൽ ടു 12,250. 11,400 പ്ലസ് 17y ഈക്വൽ ടു 12,250. നമുക്ക് 17yനെ ഒരു സൈഡിൽ കൊണ്ടുവരാം, എന്നിട്ട് yനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ 17y ഈക്വൽ ടു 12,250 മൈനസ് 11,400. അപ്പോൾ നമുക്കിവിടെ ഈക്വൽ ടു 850 എന്ന് കിട്ടുന്നു. ഇത് മൈനസ് ചെയ്യാൻ നമുക്ക് 850 കിട്ടും. അതുകൊണ്ട് y ഈക്വൽ ടു 850 ഡിവൈഡഡ് ബൈ 17 ഈക്വൽ ടു 50 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് y ഈസ് ഈക്വൽ ടു 50 എന്ന് കിട്ടി. ഇനി എക്സിൻ്റെ വാല്യൂ എക്സ് ഈക്വൽ ടു നമ്മൾ ഇക്വേഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു 3,800 മൈനസ് 6y ഡിവൈഡഡ് ബൈ 7 ആണ്. ഈക്വൽ ടു 3,800 മൈനസ് 6 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 7 ഈക്വൽ ടു 3,800 മൈനസ് 300 divided by 7. X is equal to 3,500 divided by 7 equal to 500. അപ്പോൾ x is equal to 500, അതുപോലെ y is equal to 50. അപ്പോൾ ഇവിടെ cost of a bat equal to 500. അതുപോലെ തന്നെ cost of a ball equal to 50. നമുക്ക് ആൻസർ കിട്ടി.